നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വാഹനത്തിനകത്ത് അതായത് എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തിലുള്ള കൺസ്യൂമബിൾ ഫ്ലൂയിഡ്സ്, ഉദാഹരണത്തിന് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്, എൻജിൻ ഓയിൽ, ഇത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ഞാനിന്ന് രണ്ട് വാഹനത്തിൽ, ഒന്ന് പോളോ ഒന്ന് ഓൾട്ടോ, ഈ രണ്ട് വാഹനത്തിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഇതിന് ചേഞ്ചിങ് ഇൻ്റർവെൽ, പിന്നെ ഇതിൻ്റെ ഗ്രേഡ്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ പറയാം. ഇന്നത്തെ വീഡിയോയിൽ ബേസിക്കായിട്ട് നമുക്കിതിനെ സ്വന്തമായിട്ട് നമുക്കിതിൻ്റെയൊക്കെ ലെവൽ എങ്ങനെ ചെക്ക് ചെയ്യാം, കറക്റ്റ് ആണോ ഇതിൻ്റെ ലെവൽ, ടോപ്പപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം. ഫസ്റ്റിൽ ഇത് പോളോയാണ്. ഇതിൻ്റെ നമുക്ക് എൻജിൻ കമ്പാർട്ട്മെൻറ്റ് എങ്ങനെ തുറക്കാം, അല്ലെങ്കിൽ ബോണറ്റ് എങ്ങനെ തുറക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിന് നിങ്ങൾക്ക് കാണാം, നമ്മുടെ ആക്സിലറേറ്ററിൻ്റെ അവിടെ സൈഡിലായിട്ട് ഒരു ലിവറുണ്ട്. ഇതിനെ നമ്മൾ പുള്ളി ചെയ്യണം. ഇതിനെ നമ്മൾ പുള്ളി ചെയ്യുമ്പോൾ നമ്മുടെ ബോണറ്റ് റിലീസാവും. ഇനിയിപ്പോൾ ബോണറ്റ് തുറക്കണമെങ്കിൽ ചെറിയൊരു ലോക്കല്ല, ചെറിയൊരു ലിവറുണ്ട്. അപ്പോൾ നമ്മളതിനെ കൈ കയറ്റിയിട്ട് ആ ലിവറിനെ ചെറുതായിട്ടൊന്ന് മേലോട്ട് പ്രസ് ചെയ്യണം. ഈ ലിവറിനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബോണറ്റ് തുറക്കാൻ പറ്റും. ഞാൻ ആ ഏതാ ലിവർ നമുക്കിത് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ഈ മേളിൽ ഈ ലിവറുണ്ട്. ഇതിനെയാണ് നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ട് മേലോട്ടൊന്ന് പ്രസ് ചെയ്യേണ്ടത്. മേലോട്ട് പ്രസ് ചെയ്യുമ്പം ഈ അടിയിലുള്ള ലോക്ക്, ഇതും അടിയിലുള്ള ലാച്ചായിട്ടിരിക്കുന്ന ലോക്കും കൂടെ റിലീസാവും. എന്നിട്ട് നമ്മൾ ഇതിനെ പൊക്കുമ്പോൾ, ഇതാണ് അടിയിലുള്ള ആ ലോക്ക്, ഇതിനെ നമ്മൾ പൊക്കുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ബോണറ്റിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഓരോരോ കമ്പോണൻസ് ഇതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഇനി ഫസ്റ്റിൽ നമ്മൾ ഈ എൻജിൻ കമ്പാർട്ട്മെൻറ്റിനകത്തിൽ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് ഈ വെള്ള ബോട്ടിലിൽ ഈ കാണുന്നതാണ് കൂളൻ്റ്. നമ്മുടെ എൻജിന് റണ്ണിങ് ആയിട്ടുള്ള ടൈമിൽ ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഓരോ വാഹനത്തിലും ഓരോ ഗ്രേഡ് കൂളൻ്റാണ് ഒഴിക്കുന്നത്. ഇത് നിങ്ങൾക്ക് രണ്ട് ലെവൽ കാണാം, മാക്സിമം മിനിമം എന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂളൻറ്റിൻ്റെ ലെവൽ എപ്പോഴും ഇതിന് രണ്ടിനും ഇടയ്ക്കായിരിക്കണം. ഇപ്പോൾ മിനിമം ആണ്, അല്ലെങ്കിൽ മിനിമത്തിൻ്റെ താഴെയാണെങ്കിൽ നമ്മൾ കൂളൻറ്റിനെ ഉറപ്പായിട്ടും ടോപ്പപ്പ് ചെയ്യണം. ആ ടോപ്പപ്പ് ചെയ്യേണ്ട സമയമായെന്ന് മനസ്സിലാക്കുക. ഇനി വാഹനം നമ്മുടെ റണ്ണിങ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കുന്ന ആ ഒരു സമയത്ത് കൂളൻ്റ് തുറക്കരുത്. ഇനി അടുത്തതായിട്ട് ഈ കാണുന്നതാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതിനെ നമ്മുടെ ബ്രേക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യും ബ്രേക്ക് ഫ്ലൂയിഡ്. ഇതിനും രണ്ട് ലെവലുണ്ട്, മാക്സിമം മിനിമം. സൈഡിലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് .4 ഗ്രേഡാണ് ഉപയോഗിക്കുന്നത്. പല വാഹനത്തിലും പല മാനുഫാക്ചർ റെക്കമെൻഡഡ് ഗ്രേഡാണ്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ മനസ്സിലാക്കാം. ഇവിടെ രണ്ട് ലെവൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, മാക്സിമം മിനിമം രണ്ട് മാർക്കിംഗ് ഉണ്ട്. ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലും ഈ രണ്ട് മാർക്കിങ്ങിൻ്റെ ഇടയിലായിരിക്കണം. മിനിമം ആണെങ്കിൽ നമ്മൾ ടോപ്പപ്പ് ചെയ്യണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ എൻജിൻ ഓയിലാണ്. എൻജിൻ ഓയിലിന് ഡയറക്റ്റ് നമുക്കങ്ങനെ പുറമേ മാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അതിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാഹനങ്ങളിൽ ഒരു സ്റ്റിക്ക്, അല്ലെങ്കിൽ ഇതിന് ഡിപ്സ്റ്റിക്ക് എന്നാണ് പറയുന്നത്, ഈ ഡിപ്സ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളിതിനെ മേലോട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഡിപ്സ്റ്റിക്കിനെ തുറക്കാൻ പറ്റും, ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മളിതിനെ മേലോട്ട് പുള്ളി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നമ്മുടെ എൻജിൻ ഓയിൽ കമ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധത്തിലിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോക്കാം, ഞാൻ ഇതിനെ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾ കാണുവാണെങ്കിൽ രണ്ട് വെട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ട് മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇതിൻ്റെ മാക്സിമം, ഒന്ന് അതിൻ്റെ മിനിമം. അപ്പോൾ ഈ മറ്റ് ഫ്ലൂയിഡ് പോലെ തന്നെ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ ഈ മാക്സിമം ആൻഡ് മിനിമം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിരിക്കണം. മിനിമം ആണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടോപ്പപ്പ് ചെയ്യണം എൻജിൻ ഓയിൽ. പിന്നെ ഇതിൻ്റെ ആ ഒരു വിസ്കോസിറ്റി, അതായത് കുറേ ഓടിക്കഴിയുമ്പോൾ എൻജിൻ ഓയിൽ ചേഞ്ച് ആകേണ്ട സമയമാണെങ്കിൽ അത് കത്തിയിട്ട് അതിൻ്റെ ഒരു ടെക്സ്ചറിന് വ്യത്യാസം വരും. ഇനി ഇതാണ് നമ്മുടെ വാഷർ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ വൈപ്പർ ഫ്ലൂയിഡ്. നമ്മുടെ വിൻഷീൽഡിനെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കും നമ്മൾ ഈ വിൻഷീൽഡിൻ്റെ അതിൽ കൂടെ വരുന്ന ആ ഫ്ലൂയിഡ്. അപ്പം ഇത്രയാണ് നമ്മൾ മെയിനായിട്ട് കൺസ്യൂമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഫ്ലൂയിഡുകൾ. അപ്പോൾ മെയിനായിട്ടുള്ള ഈ ഫ്ലൂയിഡ്സ് ഒന്നുകൂടെ നമ്മൾ അടുത്ത വാഹനത്തിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ വീണ്ടും ഒന്നുകൂടെ ചെറുതായിട്ട് ഞാൻ പറഞ്ഞുതരാം വേഗം തന്നെ. ഇത് നമ്മുടെ കൂളൻ്റ്, അടുത്തത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ്, ഈ കാണുന്നത് ബ്രേക്ക് ഫ്ലൂയിഡ്. പിന്നെ അടുത്തായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഡിപ്സ്റ്റിക്ക്. പിന്നെ ഇത് നമ്മുടെ വൈപ്പർ അല്ലെങ്കിൽ വാഷർ ഫ്ലൂയിഡ്. ഇനി അടുത്തത് ഓൾട്ടോയാണ്. ഇതിൻ്റെ നമ്മൾ ബോണറ്റ് തുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ റൈറ്റ് സൈഡിലായിട്ട് ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. ലിവർ പോലത്തെ ഈ കാണുന്ന സാധനം, ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് പുള്ളി ചെയ്യണം. ചെറുതായിട്ടൊന്ന് നമ്മൾ വലിക്കുമ്പോൾ നമ്മുടെ ബോണറ്റ് റിലീസാവും.
ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണ ഒരു മാർക്കിംഗ് പോലെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമ്മളൊന്ന് പുള്ളി ചെയ്യുക, വെളിയിലോട്ടൊന്ന് വലിക്കുക. പിന്നെ വെളിയിലോട്ടൊന്ന് വലിക്കുമ്പോൾ നമ്മുടെ ബോണറ്റ് റിലീസാവും. ഇതുണ്ട്, ഞാനിപ്പോൾ ഇതിനെ പുള്ളി ചെയ്തു, നമ്മുടെ ബോണറ്റ് റിലീസായി. പക്ഷേ ബോണറ്റ് ഓപ്പൺ ആവത്തില്ല. ബോണറ്റ് ഓപ്പൺ ആവണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് അതിൻ്റെ ലോക്ക് മാറ്റണം. ഇത് ബോണറ്റിനെ റിലീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അടിയിൽ ചെറിയൊരു ലിവറുണ്ട്. ഇതിനെ നമ്മൾ പ്രസ് ചെയ്യുക, ചെറുതായിട്ട് പ്രസ് ചെയ്യുകയല്ല, ഇതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലോട്ടൊന്ന് തട്ടുക. മറ്റേ വാഹനത്തെ നമ്മൾ മേലോട്ടാക്കുമായിരുന്നു. ഇതിനെ ഈ പറഞ്ഞ ലിവറിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ലെഫ്റ്റിലോട്ടൊന്ന് തട്ടുക. ലെഫ്റ്റിലോട്ട് തട്ടുമ്പം നമ്മുടെ ബോണറ്റിൻ്റെ ലോക്ക് റിലീസാവും. പിന്നെ നമുക്ക് ആ ചെറിയ സ്റ്റിക്ക് കൊണ്ട് ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോണറ്റ്, ഓൾട്ടോയുടെ ബോണറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നമുക്കിതിനെ പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മുടെ എൻജിൻ ഓയിൽ കമ്പാർട്ട്മെൻറ്റാണിത്. പിന്നെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഡിപ്സ്റ്റിക്ക്. നമുക്ക് ഡിപ്സ്റ്റിക്ക് ചെറുതായിട്ടൊന്ന് വെളിയിലോട്ടെടുക്കാം, പുള്ളി ചെയ്ത് വെളിയിലോട്ടെടുക്കാം. ഇതിനെ ഞാൻ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 മാർക്കിംഗ് ഉണ്ട്, അല്ലെങ്കിൽ 2 വെട്ട് പോലെ 2 ലെവൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻജിൻ ഓയിലിൻ്റെ ലെവൽ എപ്പോഴും ഈ 2 ലെവലിൻ്റെ ഇടയ്ക്കായിരിക്കണം, മാക്സിമം മിനിമം ആ ലെവലിന് ഇടയ്ക്കായിരിക്കണം നമ്മുടെ എൻജിൻ ഓയിൽ എപ്പോഴും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ 2 മാർക്കിംഗ് കൊടുത്തിരിക്കുന്നത്. ഇത് ഒന്ന് മിനിമത്തിൻ്റെ ഒന്ന് മാക്സിമത്തിൻ്റെ ഒരു 1 പോലെ അവിടെ എഴുതിയിട്ടുണ്ട്, മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലെവലിനിടയിലായിരിക്കണം നമ്മുടെ എൻജിൻ ഓയിൽ എപ്പോഴും. എൻജിൻ ഓയിൽ ഏത് ഇൻ്റർവെല്ലാണ് നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യേണ്ടത് ആ കാര്യത്തിലൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോൾ, ഒത്തിരി ലെങ്ത് കൂടിപ്പോവും. നമുക്ക് ആ സ്റ്റിക്കിനെ തിരിച്ചവിടെ പ്ലേസ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതാണ് ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ്, ബ്രേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യുന്ന. ഇതിനും ഒരു പ്രത്യേക വേറൊരു ഗ്രേഡ് ബ്രേക്ക് ഫ്ലൂയിഡാണ് മാരുതിയുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത്. ഇതിനും ലെവലുണ്ട്, സൈഡിൽ കൂടെ ഞാൻ കാണിക്കാം. സൈഡിൽ നോക്കുവാണെങ്കിൽ മാക്സിമം മിനിമം 2 മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. മാക്സിമം മിനിമം ഈ സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും, മാക്സ് മിൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലെവലും ഈ 2 മാർക്കിങ്ങിൻ്റെ ഇടയിലായിരിക്കണം. ഇൻ കേസ് മിനിമം ആണല്ലെങ്കിൽ അതിൽ താഴെയാണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക് ഫ്ലൂയിഡിനെ നിങ്ങൾ ടോപ്പ് അപ്പ് ചെയ്യുക. ഇനി അടുത്തത് കൂളൻ്റ് നമുക്ക് കാണാം. ഈ ചെറിയൊരു റിസർവർ അല്ലെങ്കിൽ ചെറിയ ഈ ഗ്രീൻ കളറിലെ ക്യാപ്പ് കൊടുത്തിരിക്കുന്ന ഇതിനകത്തിലാണ് നമ്മൾ കൂളൻറ്റിനെ നിറയ്ക്കുന്നത്. ഇതിനെ നമുക്ക് ഫുള്ളായിട്ട് മുകളിലോട്ട് പുള്ളി ചെയ്തെടുക്കാൻ പറ്റും. പുള്ളി ചെയ്തിട്ട് നമുക്കിതിൻ്റെ കൂളൻറ്റ് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റും. ഇതിനും ലെവലുണ്ട്, മാക്സിമം മിനിമം എന്ന് പറഞ്ഞിട്ട് മാർക്കിംഗ് ഉണ്ട്. അപ്പം നമ്മൾക്ക് കൂളൻറ്റിനെ ഇതിൽ കൂടെ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് നമ്മുടെ വാഷർ അല്ലെങ്കിൽ വൈപ്പർ ഫ്ലൂയിഡ് അല്ലെങ്കിൽ വിൻഷീൽഡ് ക്ലീൻ ചെയ്യുന്ന ഫ്ലൂയിഡാണിത്. ബ്ലൂ കളറിലെ ക്യാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വാഹനങ്ങളിൽ മെയിനായിട്ട് കൺസ്യൂം ആയിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ്സ്. അപ്പോൾ ഇതിനെ നമ്മൾ പീരിയോഡിക്കലി നമ്മൾ ബോണറ്റ് തുറന്ന് ഇതിൻ്റെയൊക്കെ ലെവൽ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിൻ്റെ മിനിമത്തിലോട്ട് ഇപ്പോൾ പോവുകയാണെങ്കിൽ നമ്മുടെ എൻജിൻ ഓവർ ഹീറ്റിംഗ്, എൻജിൻ ഡാമേജസ് ഒക്കെ സംഭവിക്കും, കൂളൻറ്റിന് അതുപോലെ തന്നെ നമ്മുടെ എൻജിൻ ഓയിലൊക്കെ. അപ്പോൾ പീരിയോഡിക്കലി നമ്മളിതിനെയൊക്കെ ചെക്ക് ചെയ്യുക, നമുക്ക് തന്നെ ഇത് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഓരോ വാഹനത്തിനും ഇത് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഓരോ ഇൻ്റർവെലുണ്ട്, അതുപോലെ ഓരോ ഗ്രേഡുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഡ്രൈവിംഗ് റിലേറ്റഡ് വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടതിന് വളരെയേറെ നന്ദി. നമസ്കാരം.